ഈറ്റ് ലൈക്ക് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡേ 2. പ്രവാചകൻ്റെ ഭക്ഷണ രീതികളെ പിന്തുടരുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലുതാണ്? പരിശുദ്ധ റസൂൽ പറയുന്നു, നിഅമതാനി മഅ്ബൂനും ഫീഹിമ കസീറും മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാ. മനുഷ്യരിൽ പലരും വിലമതിക്കാനാവാത്ത അള്ളാഹുവിൻ്റെ 2 അനുഗ്രഹങ്ങളിലൊന്ന് അവൻ്റെ ആരോഗ്യവും 2 അവൻ്റെ ഒഴിവു സമയവുമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനു ഖവിയ്യുൻ ഖൈറുൻ വഹബ്ബു മിനല്ലാഹി മിനൽ മുഅ്മിനു ളഈഫുൻ വഫീ കുല്ലി ഖൈർ. അള്ളാഹുവിന് ശക്തരായതും വീക്കായതുമായിട്ടുള്ള വിശ്വാസിയെ ഇഷ്ടമാണ്. അവർ 2 പേരിലും ഖൈറുണ്ട്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ശക്തനായ വിശ്വാസിയെയാണ്. ഈ ശക്തി എന്ന് പറയുന്നത് ആരോഗ്യത്തിലും ഈമാനിലും അവൻ്റെ സൈക്കോളജിക്കൽ ഇമോഷണൽ മേഖലകളിലെല്ലാം ശക്തിയുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു ശക്തനായിരിക്കാൻ എത്രത്തോളം മക്കയിലെ ഏറ്റവും വലിയ ശക്തനായ ഒരാൾ റുക്കാന ബിൻ അബ്ദു യാസിദ് മൽപിടുത്തത്തിൽ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്ന് തന്നോട് പരാജയപ്പെട്ട അഹങ്കാരത്തിൽ വിളിച്ചു പറഞ്ഞു, മുഹമ്മദേ, നീ എന്നെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അനുയായിയാകാം, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന് നബിയെ വെല്ലുവിളിച്ച റുക്കാന ബിൻ അബ്ദു യാസിദ്. ആ റുക്കാന ബിൻ അബ്ദു യാസിദിനെ 3 തവണ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തിയ മുഹമ്മദ് നബി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളുടെ മാതൃക. ആ ശക്തനായ ആരോഗ്യവാനായ വെൽനസ്സിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മുഹമ്മദ് നബിയുടെ ഭക്ഷണശീലങ്ങൾ നമ്മൾക്ക് മുൻപിലുള്ളപ്പോൾ നമ്മളെന്തിന് മറ്റു ഡയറ്റുകൾ തേടി പോകണം?